ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന് ഏറ്റവും പ്രിയമുള്ള ദൈവകുഞ്ഞെ, പീഡാനുഭവവാര പ്രാർത്ഥനയോടുള്ള അനുഭവത്തിൽ ലോകം മുഴുവനുള്ള ക്രൈസ്തവ വിശ്വാസികൾക്കും ഇത് പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും ത്യാഗനിർഭരതയുടെയും വലിയ ദിനമാണ് ദൈവം നമുക്ക് സമ്മാനിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഭൗതിക ജീവിതത്തിലെ അന്ത്യദിനങ്ങളുടെ സ്മരണിക ആചരിക്കുന്ന ഒരു പുണ്യദിനത്തിലാണ് ദൈവം നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഈ പുണ്യ ദിവസം ദൈവത്തിൻ്റെ മുൻപിൽ ധ്യാനാത്മകമായ ചിന്തയിലൂടെ നാം കടന്നു പോകുവാനായി ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വചനം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 147:3. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും മുറിവുകളെ അവൻ കെട്ടുകയും ചെയ്യുന്നു. അവിടുന്ന് നമുക്ക് ഉറപ്പ് നൽകുന്നു, അവിടുന്ന് നമ്മുടെ വേദനയെ അവഗണിക്കുന്നില്ല എന്ന്. മറിച്ച് അവിടുന്ന് നമ്മുടെ അടുക്കലേക്ക് വന്നു നമ്മുടെ വേദനയും നമ്മുടെ പ്രയാസത്തെയും അവിടുന്ന് അകറ്റുന്നു. ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം, എന്നിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. പലർക്കും പലവിധ ഭാരങ്ങളുണ്ട്. ചിലർക്ക് ദുഃഖം, ചിലർക്ക് ശാരീരികമായ പ്രതിസന്ധി, ചിലർക്ക് വിട്ടുമാറാത്ത വേദനകൾ, ഒറ്റപ്പെടലുകൾ, നിരാശകൾ, അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകളിലൂടെ നാം എല്ലാവരും കടന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നാം കണ്ടിട്ടുമുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ ക്രിസ്തുവിൻ്റെ വചനം നമ്മെ ക്ഷണിക്കുകയാണ് അവൻ്റെ സന്നദ്ധിയിലേക്ക് അവിടുന്ന് നമുക്ക് ആശ്വാസം നൽകുമെന്നുള്ളത്. ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. കാലങ്ങളായി മാതാപിതാക്കളുടെ ദാമ്പത്തിക ജീവിതത്തിലെ തകർച്ച കണ്ട് മനസ്സുടഞ്ഞു പോയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, തുടർന്ന് ആ ദാമ്പത്തിക ജീവിതം വിഭാഗിതയ്ക്ക് ഇടവന്നു. മാതാവും മകനും മാത്രമായി ജീവിതം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് തുടർന്നുള്ള ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത് കഠിനമായ മദ്യപാന അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. ആ കുഞ്ഞ് ആ ഭവനത്തിൽ അനുഭവിച്ച വേദനകളും ഒറ്റപ്പെടലുകളും പറഞ്ഞറിയിക്കത്തക്ക അധികമാണ്. ദിവസങ്ങൾ കടന്നുപോയി. തുടർന്ന് തൻ്റെ ഭവനത്തിൽ ഈ കുട്ടി തൻ്റെ മാതാവിനെ കാണുന്നത് തികഞ്ഞ ഒരു മദ്യപാനിയായിട്ടാണ്. പല രാത്രികളിലും പല പുരുഷന്മാരുമായി ഭവനങ്ങളിലേക്ക് കടന്നു വരികയും മദ്യപിച്ച് ലക്കകെട്ട് മോശമായ രീതിയിൽ ജീവിക്കുന്ന അനുഭവം ഈ കുട്ടി കാണുകയുണ്ടായി. ഒരു ദിവസം രാത്രിയിൽ മദ്യപിച്ച് കടന്നു വന്ന മാതാവ് ആ ഭവനത്തിൻ്റെ ഉള്ളിൽ ആയിരിക്കുന്ന കുഞ്ഞുമായി സംസാരിച്ച് കയർത്ത് അവനെ അടിക്കുകയും വലിയ ഒരു മാനസിക വിഷമത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തു. തുടർന്ന് ആ ഭവനത്തിൽ താമസിക്കുവാൻ കഴിയാതെ മൂത്ത ഈ പൈതൽ തൻ്റെ ഇളയ അനിയനുമായി ചേർന്ന് ഭവനത്തിൻ്റെ മുകളിൽ രാത്രിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. തുടർന്നുള്ള ദിവസം കാണുവാൻ കഴിയുന്നത് ഈ നിരാശയുടെ അനുഭവം ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ വളരെ വലിയ വേദനകൾ അവനുണ്ടായി. അവനെ ഒരു തരത്തിലും മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ഈ നിരാശ അവനെ അസ്വസ്ഥപ്പെടുത്തുകയുണ്ടായി. മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത വലിയൊരു നൊമ്പരം അവൻ്റെ ഹൃദയത്തിൽ അവനെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇത് അവൻ്റെ ജീവിതത്തിൽ വലിയൊരു ഏകാന്തതയായി മാറുകയുണ്ടായി. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നത്തെ അവൻ അതിജീവിക്കുവാൻ കഴിഞ്ഞത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. വിശുദ്ധ വേദപുസ്തകം അവൻ ക്രമമായി വായിക്കുന്ന ഒരു കുട്ടിയാണ്. വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം അവൻ പലപ്പോഴായി പങ്കുവെക്കുന്നത് എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും, യേശുക്രിസ്തു നിങ്ങളെ ശുദ്ധീകരിക്കും. ഈ കുട്ടിയുടെ ജീവിതത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ കഴിഞ്ഞത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള അവൻ്റെ പ്രാർത്ഥനയും അവൻ്റെ വിശ്വാസവുമായിരുന്നു. ഇതെനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു സംഭവമാണ്. ഇതുപോലെ വേദപുസ്തകത്തിൽ മറ്റൊരു സംഭവം കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നഷ്ടപ്പെട്ട ആടിനെ സംബന്ധിച്ചിടത്തോളം, നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമയിൽ യേശു ഒരു ഇടയനെ കുറിച്ച് പറയുന്നുണ്ട്. 99 ഇന്നത്തെയും മാറ്റിവെച്ച് നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തുവാൻ ശ്രമിച്ച ഇടയന്റെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം, പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ അരുമനാഥനായ കർത്താവും ഇത്തരത്തിലാണ് നമ്മെ സ്നേഹിക്കുന്നത്. ഈ കഥ നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത് ദൈവത്തിൻ്റെ ഹൃദയമാണ്. അവിടുന്ന് തന്നിൽ നിന്ന് അകന്നവരെ അന്വേഷിച്ച് അവരെ അടുത്തു ചേർക്കുവാൻ ഒരുക്കമുള്ള ദൈവമായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം ഈ കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, വേദപുസ്തകം നമുക്ക് നൽകുന്ന ദർശനം മുറിവേറ്റവനെ അന്വേഷിക്കുന്ന ഒരു ദൈവത്തെ ഈ വചനം നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നു. മുറിവേറ്റ ആത്മാവിനെ ദൈവം അന്വേഷിക്കുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ കഥകളൊക്കെയും നമുക്ക് നൽകുന്ന വെളിച്ചം ക്രിസ്തുവിൻ്റെ സൗഖ്യദായക സ്നേഹത്തെ നാം ഉപേക്ഷിച്ച് കളയരുത്. പ്രാർത്ഥന, ഉപവാസം, ധ്യാനം എന്നിവയിലൂടെ
നമ്മുടെ മുറിവേറ്റ ഹൃദയങ്ങളെ, നമ്മുടെ ചിന്തകളെ ദൈവത്തിൻ്റെ മുൻപിലേക്ക് നമുക്ക് സമർപ്പിക്കുവാനായി കഴിയും. അവൻ്റെ വചനത്താലും കൃപയാലും ക്രിസ്തു നമ്മുടെ മുറിവുകൾക്ക് പരിഹാരമൊരുക്കുന്നു. ദൈവം നമ്മെ ആശീർവദിക്കട്ടെ.